ഭയങ്കര ചൂടതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്ലാമറൊക്കെ പോയി വേർത്തിട്ടുണ്ടോ. ഒരു പേഷ്യൻ്റ് അല്ല, ബ്യൂട്ടി കോൺഷ്യസ് പേഷ്യൻ്റ്. അമ്മ മോഡലിങ്ങിന് വേണ്ടി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. Guys, welcome to yet another episode of SAGA TALES. ഇന്ന് ഈദിന്റെ ഹോളിഡേസിന്റെ 3rd ഡേ ആണ്. ആൻഡ് ഞങ്ങള് ഐക്യ വരെ പോകാന്ന് വിചാരിക്കും. ഉമ്മൽക്കോയിൻ ടു ദുബായ് ഐക്യ. ആൻഡ് ഇന്ന് ഐക്യ പോകാനുള്ള മെയിൻ റീസൺ ശരത്തിന്റെ ഫ്രണ്ട് ഉണ്ട് പ്രസാദ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ നാട്ടിൽ പോവാണ്. അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് ലൈറ്റ്സും പുതിയ വീട് വെച്ചിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ലൈറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാഴ്ചകൾ, പിന്നെ കുറച്ച് ദുബായ് കാഴ്ചകൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വ്ളോഗ്. ഭയങ്കര ചൂടതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്ലാമറൊക്കെ പോയി വേർത്തിട്ടുണ്ടോ. ഈ മനുഷ്യനെ വണ്ടി ഓടിക്കാനും അറിഞ്ഞൂടാ. ഉമ്മൽഖുയിനിൽ എന്താ പറയുക, നമ്മൾ നോർമൽ ഡേയ്സിൽ കാണുന്നതിനേക്കാളും നല്ല തിരക്കാണ് ഈ ലാസ്റ്റ് 2 ഡേയ്സിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്രമാണിച്ച് കൊറോണ ആണെങ്കിലും ആൾക്കാരൊക്കെ പുറത്തേക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട്. എനിക്ക് മാസ്ക് ഒക്കെ കയറ്റണം, പക്ഷേ വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞിട്ട് മാസ്ക് ഇപ്പോൾ താത്തി വെച്ചേക്കാം. ഐക്യയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുഡാണ്. ഡാനിഷ് ആണോ സ്കോട്ടിഷ് ആണോ? ഡാനിഷ് ഫുഡ്. അപ്പോൾ നമ്മൾ രാവിലെ ഇറ്റാലിയൻ ഒന്നും അല്ല. അപ്പൊ ചുമ്മാ വരുന്ന അവിടുത്തെ പ്രോംപ്റ്റ് ഇറ്റാലിയൻ എന്നൊക്കെ പറഞ്ഞു. ഇറ്റാലിയൻ ഒന്നും അല്ല, ഡാനിഷോ സ്കോട്ടിഷോ അങ്ങനെ എന്തോ കുന്തോ. ഇറ്റ്സ് വെരി യമ്മി. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് ഒരു ബ്രഞ്ച് ആക്കാനാണ് പ്ലാൻ. ഇപ്പൊ ഇതേ സമയം 11 മണി ആവുന്നു. സോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വിശദമായിട്ട് അവിടെ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രസാദ്. ഒരു ഹായ് പറയൂ. അമ്മയെ പ്രാങ്ക് ചെയ്ത് വളരെ അടിയായി പോയി. അമ്മയുടെ ആ വിഷമം എനിക്ക് മനസ്സിലായി. കണ്ടായിരുന്നു. പ്രസാദ് മാത്രല്ല, കണ്ട കുറെ ആൾക്കാർക്ക് മനസ്സിലായി. ഞങ്ങളെ തെറിവിളിയായിരുന്നു പിന്നെ അമ്മ പ്രാങ്ക് ചെയ്യാന്. എനിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അമ്മ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോ ഒരു കോൾ ചെയ്തു. ഉമ്മൽക്കോയിൻ എത്തിയൊരു കോൾ ചെയ്താൽ മതി. മീൻകറി വയ്ക്കും, ഞാനും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയെന്ന് പറഞ്ഞു. ഇവർക്ക് ഇഷ്ടം പോലെ ഇന്നലെ കിട്ടി. അതാ മാറിയും കയറിയ ആൾക്കാര് മെയ്യുമായിരുന്നു. അപ്പോൾ ഇതാണ് ഐക്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് എന്നുള്ള ഒരു ഇഷ്ടം മതി. മില്യൺസ് ഓഫ് ഐഡിയാസ് കിട്ടും നമുക്ക്. പക്ഷേ ക്ലിപ്പിങ്സ് ഐക്യയിൽ വെച്ച് എടുത്തത് വളരെ കുറവാണ്. കാരണം എനിക്കിപ്പോഴും പബ്ലിക്കിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുക എന്നുള്ളതിന് ആ ഒരു ചമ്മലുണ്ടല്ലോ, അത് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ക്ലിപ്പിങ്സൊക്കെ വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു വീഡിയോയിൽ. പിന്നെ ഇവിടെ വന്നത് നമ്മളിതൊന്നും കാണാനല്ല, ഫുഡാണ് ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ്. അതിലേക്ക് ഇനിയും കിടക്കാം നമുക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞ ഐക്യ ഫുഡിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുക. ഹലോ, ഫുഡൊക്കെ ഒന്ന് കാണാട്ടോ. മാഷ് പൊട്ടാറ്റോ, മീറ്റ് ബോൾസ്, സ്പാഗറ്റി, സ്റ്റേക്ക്, സാൽമൺ, ഫിഷ് ആൻഡ് ചിപ്സ്. പിന്നെ ഹൈലൈറ്റ് ആയ ഇവിടുത്തെ അമേസിങ് ബോട്ടംലെസ് കോഫി. ക്വാളിറ്റി ടൈം വിത്ത് ക്വാളിറ്റി പീപ്പിൾ. അന്തസ്. എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം? നമ്മൾ ഒരുപാട് സാധനം വാങ്ങിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, ഒരു ഭക്ഷണം കഴിക്കാതെ നന്നായി. ഇനിയും ടേബിളിന്റെ അവസ്ഥ അതെ ഒന്ന് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എക്സ്പീരിയൻസ്? അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ പുതിയ ഡിഷസ് കഴിക്കാൻ പറ്റി. അതും പറഞ്ഞ പോലെ തന്നെ ചീപ്പാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. സോ നമ്മളെ കാണാം. അപ്പൊ അമ്മുവിന്റെ പ്ലേറ്റിന്റെ അടിയിൽ ഓട്ട വരെ വീണെന്ന് ആകെ പ്രസാദ ബാക്കി സ്പഗറ്റിക്ക് വേണ്ടി സ്പഗറ്റിയെ തള്ളി പറഞ്ഞു. അവസ്ഥ കണ്ട ഭയങ്കര ഹൊറിബിൾ അവസ്ഥയാണ്. നോക്കിക്കേ, എങ്ങനെ ഉണ്ടായിരുന്നു? അത്രേ ഉള്ളൂ. അമ്മ ബ്രോക്കോളിയും മറ്റേ ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ കഴിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. അങ്ങനെ ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ച് എന്തെങ്കിലും ചെറിയ ബാഗേ ഉള്ളൂ. പക്ഷെ ഇതാ ചുറ്റിലുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഭയങ്കര ബാഗ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. അവരുടെ കയ്യിലൊക്കെ വലിയ വലിയ ബാഗുകളാണ്. നമ്മുടെ ഇതിൽ ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ. എല്ലാം ആയിട്ട് അയ്യോ വലിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ പാർക്കിങ്ങിലോട്ടിലെത്തി.
കൊച്ചിന് ആ മറ്റേ ചെറിയ ട്രെയിനും ചെറിയ ഗിഫ്റ്റാ? ഓ അത് വെക്കുന്നില്ലേ? ആ വെക്കണം. യെസ്, ഞങ്ങളുടെ ചെറിയ ബാഗ്. ഇതൊക്കെ പ്രസാദിന്റെ സാധനങ്ങളാണ് ഇത് മൊത്തം. അവിടെ കാണിച്ചു കൊടുത്തേ. അത് ഗിഫ്റ്റ്, അത് ഞങ്ങളുടെ സാധനമാ. അതോ? ആ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അപ്പൊ നമ്മള് ഇവിടെ പറയുന്നു. അപ്പൊ എന്നാ പോകുന്നത്? അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ക്വിക്ക് ടീ ബ്രേക്ക്. ഇവിടെ ഉമ്മൽക്കോയിൽ അത്യാവശ്യം നല്ല അടിപൊളി ചായ കിട്ടുന്ന കടയാണ് ഊട്ടുപുര പറഞ്ഞിട്ട്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവിടെ സൂപ്പർ ഉഴുന്നുവടയാണ് കിട്ടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇനി കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞു ഉഴുന്നുവട ആവാൻ. അവിടെ അച്ഛൻ എന്താ വീട്ടിൽ ഉഴുന്നുവടയും കുതിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരെ വിളിച്ച് പറയണം സാധനം ഇല്ല എന്നുള്ളത്. പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത്? നല്ല ചായ ഇവിടുത്തെ, സൂപ്പർ ചായ. അതും പ്രത്യേകതരം ചായയാണ്. 3 ടൈപ്പ് ചായ. മധുരം ഇല്ലാത്തൊരു ചായ, മധുരം കുറച്ചൊരു ചായ. ഡയബറ്റിക് പേഷ്യന്റ് അല്ല, ബ്യൂട്ടി കോൺഷ്യസ് പേഷ്യന്റ്. അമ്മ മോഡലിങ്ങിന് വേണ്ടി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വിത്തൗട്ട്. എനിക്ക് മോഡലിംഗ് വരെ എത്തിയില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് മധുരം. പിന്നെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്ക് ഫുൾ മധുരത്തില്. നമുക്ക് കടികളൊക്കെ വന്നിട്ട് കാണിച്ചു. അത്യാവശ്യം എത്ര സമയം ഒന്നും കൂടെ ചോദിച്ചു നോക്കി. എത്ര 4:30 ഇവിടെ ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ ചായക്കട. എന്താ ചെയ്യാ? ദുബായ് UAE പാർട്ടാണ് ഉമ്മക്ക്. പിന്നെ പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഒരു എത്ര 1-2 hours ബിഫോർ ഐക്കയിൽ പോയിട്ട് കുറേ ഫുഡ് കഴിച്ചതാണ്. ഓൾറെഡി വയറ്റില് വിശപ്പിന്റെ വീട് തുടങ്ങിയല്ലേ? ചായക്ക് സമയമല്ല, അതുകൊണ്ട് വിശപ്പിന്റെ നല്ല പഴുത്ത പഴം. ഏറ്റവും ബെസ്റ്റ് കടി കിട്ടുന്ന കട. എക്സാക്ട്ലി. ഏറ്റവും നല്ലത് ഉഴുന്നുവട. ഉഴുന്നുവട ശരിക്കും ഇവിടെ വന്ന് കഴിക്കണം. കിടില. ആരവം കഴിഞ്ഞിട്ട് സെക്കൻഡ് അല്ലേ? ആരവത്തിൽ ഇത്ര പോരാ. പോയിന്റ് ടു ബി ഹൈലൈറ്റഡ്. ഓക്കെ, ആരവത്തിൽ ഇത്ര പോരാ. അപ്പൊ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. ആ ശരിയാ. നല്ല ക്രിസ്പി വടയും അതിന്റെ ഒപ്പം നല്ല അടിപൊളി തേങ്ങ ചട്നി അല്ലേ? എനിക്ക് വയ്യ. എക്സാക്ട്ലി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം. ഊട്ടുപുര എന്നാണ് ഈ കടയുടെ പേര്. എനിക്കൊന്ന് മുന്നേ എങ്ങാനും നിങ്ങൾ വരുവാണെങ്കിൽ ഈ കടയിൽ വന്ന് ചായ കുടിക്കാൻ മറക്കരുത്. ഓക്കെ.